മീഷോയ്ക്കകത്തുനിന്ന് കുറേ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്നും എനിക്കറിഞ്ഞൂടാ, ഇവന്മാർ ഓർഡർ ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ലിസ്റ്റിലുള്ളത് എന്താണെന്ന് എനിക്ക് ഒരു പിടിയില്ല. ലൈക്ക് ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് കുറച്ച് പൈസ കൊടുത്തു, ഒരു 5000 രൂപ കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 10 എണ്ണം അവന്മാർ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എന്തോന്നുണ്ടായത്? ഐഫോണാ? ഓ റൈറ്റ്, നമ്മുടെ ആദ്യത്തെ ഗാഡ്ജറ്റ് എന്തോന്നാണെന്ന് അറിയാമോ? ഇതിൻ്റെ പ്രൈസും കൂടി ഞാൻ പറഞ്ഞുതരാം. 513 രൂപ ടോട്ടലായി. ഇറ്റ്സ് എ മൈക്രോഫോൺ, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്ക്, വയർലെസ് മൈക്ക്. ഗൈസ്, ഇതാണ് നമ്മുടെ ഗാഡ്ജറ്റ്. ഇതിൻ്റെ അകത്ത് ഇതാ ഈ 2 പീസുകളാണ് വരുന്നത്. ഒന്നാമത്തെ നമ്മുടെ മൈക്ക്, ഇതാ കണ്ടല്ലോ, സ്പോഞ്ചൊക്കെ ഉണ്ട്. രണ്ടാമത്തത് നമ്മുടെ റിസീവർ. ഈ റിസീവറിനെ നിങ്ങളുടെ ഫോണിൻ്റെ USB പോർട്ടിലോട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ മൈക്കിനെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ അണിയിച്ച് നിർത്താം. എന്നിട്ട് ക്യാമറ ഓൺ ആക്കുക, റെക്കോർഡ് ചെയ്യുക. ഇത് ഞാനിപ്പോൾ എൻ്റെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഫോൺ ഞാൻ ഈ ഒരു 513 രൂപയുടെ മീഷോയ്ക്കകത്തുനിന്നുള്ള വയർലെസ് മൈക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം അടിപൊളിയാണെന്ന് നോക്കാൻ പറ്റും. ആൻഡ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് DJയുടെ മൈക്കിലാണ്. അതും ഇതുമായിട്ടൊന്ന് കമ്പയറും ചെയ്യാം. അടുത്ത പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 127 രൂപയുടെ സാധനമാണ്. ഇതിൻ്റെ അകത്തൊന്നും എഴുതിയിട്ടില്ല. 127 രൂപയ്ക്ക് ഒരു ഓടുന്ന വാച്ച് കിട്ടി. ബ്രാൻഡിങ് ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തിനു വേണോ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു നോർമൽ വാച്ച്. ഇതൊരു ലേഡീസ് വാച്ചാണ്. ഇത് എന്തിനാടാ ഓർഡർ ചെയ്തത്? അപ്പോൾ നിങ്ങൾ 100 രൂപയ്ക്കും 200 രൂപയ്ക്കും ഒരു നോർമൽ വാച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അടുത്തതായി നമുക്ക് വന്നിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ വില കാണുന്നില്ല. റിംഗ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓ വാവ്, ഇത് മറ്റേ ബ്ലൂടൂത്ത് റിംഗ് ആണോ? 33 എന്നൊക്കെ എഴുതി കാണിക്കണത് ടെമ്പറേച്ചറാണോ? ഗൈസ്, ആക്ച്വലി ഇതൊരു റിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ടെമ്പറേച്ചറാണ് എഴുതി കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ. അത് നമ്മുടെ കയ്യിലോട്ട് ഇട്ടാൽ മതി, നമ്മുടെ ശരീരം എത്ര ഡിഗ്രി സെൽഷ്യസിലാണെന്ന് പറഞ്ഞു തരും. ഞാൻ 36 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു പ്രശ്നമുള്ളൂ ഗൈസ്, ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങാൻ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും. ബട്ട് സ്റ്റിൽ ഗുഡ് തിങ്. ലൈക്ക് നിങ്ങളുടെ ടെമ്പറേച്ചർ അറിയാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഡേറ്റിനൊക്കെ പോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. Look, I'm 50 degrees Celsius. I'm hot. ഓക്കെ, അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ഒരു വലിയ പെട്ടിയാണ്. ഫാൻ അടുത്ത ഫാൻ ഇറങ്ങി ഗൈസ്. അടുത്ത ഫാനും കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മറ്റേ ഫാന് ഭയങ്കര ഫേമസ് ആയിരുന്നു. ദിസ് ഈസ് കോൾഡ് വാൻലെസ് ഹാങ്ങിങ് നെക്ക് ഫാൻ. വാൻലെസ്സോ ഫാൻലെസ് എന്നായിരിക്കും. ഓ കമോൺ, ആപ്പിൾ മസ്റ്റ് സീ ദിസ്. ആപ്പിളിനെ പൊട്ടിച്ച് മോനെ. അനക്കോ ഇല്ല ഗൈസ്. നമ്മൾ ഇതിനെ ഒരു പവർ ബാങ്കിൽ കണക്ട് ചെയ്തപ്പോൾ ഇത് വർക്കായി. ഫാൻ എന്നാണ് ഇവർ പറയണേ. ഇതിനകത്ത് എവിടെ നിന്ന് കാറ്റ് പറഞ്ഞേ? ഇനി അതിനെ ഊതി കൊടുക്കണോ? ഇനി വല്ല ഇടുപ്പിലും കെട്ടാനുള്ളത് തന്നെ. ഇതെന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഒരു കൈ വരൂ പ്ലീസ്. വർക്കിംഗ് ആണ്. ഞാൻ തല കുത്തിനാണ് ഇത്ര നേരം ഇട്ടത്. ഇത് കൊള്ളാട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാറ്റ് കെട്ടിക്കൊണ്ടിരിക്കും കഴുത്തിലോട്ട്. ഇതാണ് നമ്മുടെ വാൻലെസ് ഫാൻ. അതായത് നിങ്ങൾക്ക് കഴുത്തിൽ ഇങ്ങനെ പാമ്പിനെ പോലെ ഇട്ട് കൊണ്ട് നടക്കാൻ പറ്റും. പുറത്തിറങ്ങി ആരും പറയില്ല മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന്. ലൈക്ക് ഫ്യൂച്ചറിസ്റ്റിക് എന്നേ പറയുള്ളൂ. ഇത്രയും പാക്കേജിൽ ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു പാക്കേജ് ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല. ഇതെന്താണ്? കത്തിയാണോ? TDS. ഓക്കെ, നിങ്ങളുടെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു മീറ്ററാണ്. ജസ്റ്റ് ഇതാ ഈ കാണുന്ന സാധനമല്ലേ, ഈ സുന നമ്മുടെ വെള്ളത്തിൻ്റെ അകത്തോട്ട് മുക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് റീഡിങ് കാണിക്കും. എത്രത്തോളം കുറവാണോ റീഡിങ്, അതിനനുസരിച്ച് നല്ല വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നത്. അപ്പോൾ ഇതും കൊണ്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങൾ വെള്ളം കുടിക്കാൻ പോകുമോ അവിടെയൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി കുടിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് മ്യൂസിക് ലെവൽ ഇൻഡിക്കേറ്റർ, ലൈറ്റ് വോയിസ്, സൗണ്ട് കൺട്രോൾ, ഓഡിയോ സ്പെക്ട്രം, RGB ബാർ, LED ഡിസ്പ്ലേ, റിതം, ലൈറ്റ്, പൾസ്. എടാ ഈ സാധനം, എടാ ഇത് പൊളിയാണ്ട. ഇത് നൈസാണ്. അതായത് നമ്മൾ പാട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിരുന്ന് തുള്ളിച്ചാടും. അതാണ് ഇതിൻ്റെ സെറ്റപ്പ്. മീഷോയ്ക്കകത്ത് വല്ല പവർ കട്ടും ആണോ? ഒരു സാധനത്തിനും ചാർജ് ഇല്ല. നമുക്ക് ഇതിനെ ഉണ്ടല്ലോ ചാർജ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പ്രോഡക്റ്റുകൾ അൺബോക്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് അപ്പോഴത്തേക്ക് നമുക്ക് അൺബോക്സ് ചെയ്യാം. 135 രൂപയുടെ പ്ലഗ് പോയിന്റ്. എൻ്റെ അളിയ, ഇത്രയും വൃത്തിയില്ലാത്തൊരു പ്ലഗ് പോയിന്റ് ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാം,
സ്പീക്കർ കണക്ട് ചെയ്യാം, പ്രിൻ്റർ കണക്ട് ചെയ്യാം, എല്ലാം കണക്ട് ചെയ്യാം കേട്ടോ. പക്ഷേ വർക്കാവൂല, ഇല്ലെങ്കിൽ അടിച്ചു പോവും. അതാണ് സെറ്റപ്പ്. നിങ്ങൾക്ക് ഒരു സേഫ്റ്റിയും ഇല്ല. ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമൊക്കെ കുറച്ച് ഹാർഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് വെച്ചാൽ മതി. അടുത്ത പ്രോഡക്റ്റ്, ഇത് കുറച്ച് വൃത്തി മെനയുള്ളൊരു പ്രോഡക്റ്റാണ് ഗൈസ്. CCTV. എടാ ഗൈസ്, ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ ക്യാമറ പോലെയാണ്, ലുക്ക് മാത്രമേ ഉള്ളൂ, വർക്കാവില്ല. ഡമ്മി ക്യാമറ. ഇത് ക്യാമറ തന്നെ. നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ബാറ്ററി ഒക്കെ ഇടാൻ പറ്റും, ലൈറ്റൊക്കെ കത്തും കേട്ടോ. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, വർക്ക് ആവൂല. ഇത് ഞാൻ ശാസ്ത്രമല്ല ജംഗ്ഷനിൽ കൊണ്ടുവയ്ക്കാൻ പോകണം. അതിൻ്റെ കൂടെ ഈ ഒരു പോയിന്റിൽ എനിക്ക് പറയാലോ എൻ്റെ സ്റ്റാഫിനെ കുറിച്ചിട്ട്. അടുത്തതായി നമുക്ക് എനിക്കിത് തോന്നുന്നു ചപ്പാത്തി പലവയായിരിക്കും. ഇത് ചപ്പാത്തി പലവ എന്നു തോന്നുന്നു കേട്ടോ. ലാപ്ടോപ്പ് സ്റ്റാൻഡ് അല്ലേ? എനിക്കിങ്ങനെ ലാപ്ടോപ്പ് വെച്ച് യെസ്, ലാപ്ടോപ്പ് വെച്ചിട്ട് വർക്ക് ചെയ്യാം. ഇതിനകത്തൊരു സ്മാർട്ട് ഫോൺ ഹോൾഡറും കൂടി ഉണ്ട്. ദിസ് ഈസ് നൈസ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ലാപ്ടോപ്പ് സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിലും യു ക്യാൻ ചൂസ് ദിസ്. ഇത് കൊള്ളാം, അത്യാവശ്യം പരിപാടി കാര്യം നടക്കും. നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ഹായ്, ഗുഡ് വൈബ്സിൻ്റെ നിയോൺ ലൈറ്റ്. ദിസ് ഈസ് നൈസ്. നമ്മുടെ റെവല്യൂഷണറി പ്ലഗ് പോയിന്റ് ആണ് നമ്മളിത് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്ലഗ് പോയിന്റ് ഡമ്മി ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഗൈസ്, ഇത് കത്തുന്നുണ്ട്. എൻ്റെ പുറകിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അവർ ഇൻസുലേറ്റ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് എവിടെയെങ്കിലും തൊട്ടാൽ മതി, കഥം. നമ്മുടെ പ്രോഡക്റ്റിൽ തീർന്നിട്ടില്ല. ഒരു പാട്ട് കേൾക്കുന്നത് ഇതിനകത്ത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം നമ്മൾ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ലെറ്റ്സ് ചെക്ക്. നമുക്കൊരു പാട്ടൊക്കെ ഇട്ട് നമുക്കിതിനെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, ലൈറ്റ്സ് ഓഫ്. ഇത് നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിൻ്റെ ലെവൽ വെച്ചിട്ടാണ് ഈ ലൈറ്റ് ഒരു ഇക്വലൈസർ പോലെ വർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് സ്പോട്ടിഫൈയിൽ ഒരു പാട്ടിട്ട് കഴിഞ്ഞാൽ അത് അതേപോലെ പാടൂല, ഇക്വലൈസർ വർക്കാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മീഷോ പ്രോഡക്ട്സ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതിനകത്ത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ഒരു നമ്മുടെ പ്രോഡക്റ്റ് തീർന്നിട്ടില്ല എന്നാണ് നമ്മുടെ പിള്ളേർ പറയുന്നത്. അത് പറഞ്ഞ രീതി കുറച്ച് ഹാർഷായി പോയെന്ന് എനിക്കറിയാം. ഇവനെ പിരിച്ചു കൊണ്ടോ വേണ്ടേ? നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ. യു നോട്ടി ബോയ്. ഗൈസ്, പാൻ ഇന്ത്യ ഷഡ്ഡികളാണ്. 300 രൂപയാണ് ഇതിനകത്തുള്ള റേറ്റ്. ഓൾ ടുഗദർ എല്ലാം കൂടി നോക്കും 300 രൂപയ്ക്ക് എത്ര കിട്ടുന്നുണ്ട്? 6 എണ്ണം. അത് മീഡിയം സൈസ്. സ്ലീസി എന്നാണ് ബ്രാൻഡിന്. നമുക്ക് കോറൽ ബ്രൗൺ ഉണ്ട് ആൻഡ് നേവി ബ്ലൂ ഉണ്ട്. പിന്നെ ഇതെന്ത് കളർ ഇത്? മയിൽപ്പീലി പച്ചയുണ്ട്. പിന്നെ ലൈക്ക് ഓൾ ടൈം ഫേവറേറ്റ് ആൻഡ് എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാ ബർത്ത്ഡേയിലും കാണുന്ന ഒരു കളർ ബ്രൗൺ ഉണ്ട്. പിന്നെ ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്ക് അല്ല, ഇത് ഏത് പച്ച? ഇത് ചാണകപ്പച്ച. അപ്പോൾ യെസ്, ഇതാ നിനക്ക് വരണം. ഇതെടുത്തോളൂ, ഇട്ടാസ്വദിക്കൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഫേവറേറ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ. പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്.